SD കോൺഗ്രിഗേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ്റ് വിൻസെൻ്റ് പ്രൊവിൻസിൻ്റെ NGO ആണ്. അതായത് സോഷ്യൽ വർക്കിൻ്റെ NGO ആണ് സഹായിരി ഹെൽത്ത് കെയർ സൊസൈറ്റി. സഹായിരി ഹെൽത്ത് കെയർ സൊസൈറ്റിയുടെ കീഴിൽ മറയൂർ ഫെഡറേഷൻ്റെ ലീഡേഴ്സാണ് ഈ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന അംഗങ്ങൾ. ഈ ഫെഡറേഷനിൽ 20 ഗ്രൂപ്പുകളുണ്ട്. 20 ഗ്രൂപ്പുകളിലായിട്ട് 450 അംഗങ്ങളുണ്ട്. പല രീതിയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ നാനാജാതി മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിൽ നമുക്ക് നിർധനരായ ഒത്തിരി കുടുംബങ്ങളുണ്ട്, അവരെല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കായിക പരമായിട്ട് ഞങ്ങൾ പല രീതിയിലും ഉയർന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പല അവസരങ്ങളും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്വയം തൊഴിലായിട്ട് തയ്യൽ പരിശീലനം നടത്തുന്നുണ്ട്, കൂണിൻ്റെ പരിശീലനം നടത്തുന്നുണ്ട്. പിന്നെ അച്ചാർ, അത് പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സ്വയം തൊഴിലിനായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആട് വളർത്തൽ, പശു വളർത്തൽ, പോത്ത്, മത്സ്യകൃഷി, പൂച്ചെടി വളർത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് മുഖാന്തരം ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ഇന്നത്തെ കാലത്ത് പല രീതിയിലാണല്ലോ ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് എല്ലാവിധ ക്ലാസ്സുകളും നടത്തി വരുന്നു. MDS ഫെഡറേഷൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഈ കട. ഇവിടെ തുണി നടത്തുന്നുണ്ട്. പിന്നെ സോപ്പ് പൊടിയെല്ലാം, ഈ ഐറ്റങ്ങളെല്ലാം ഞങ്ങൾ തന്നെ പരിശീലനം നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിറ്റാക്കി വെച്ച് വരുന്നവർക്ക് കിറ്റായിട്ടും കൊടുക്കും, അല്ലാതെ ഇങ്ങനെ കുപ്പികളിലാക്കിയും കൊടുക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ, ഒത്തിരി ആദായങ്ങളും ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന കാരണം വില കുറച്ച് നമുക്ക് ഗ്രൂപ്പുകളിൽ എത്തിക്കാൻ പറ്റും. ഗ്രൂപ്പുകളിൽ നിന്നും പല അംഗങ്ങളും ഇത് വാങ്ങി കിറ്റായിട്ട് മേടിച്ച് ഞങ്ങൾ കൊണ്ടുപോയി ഓരോ ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കവറിലാക്കി ഓരോ കിലോ അര കിലോ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ചിലവാകുന്ന അനുസരിച്ചാണ് നൈറ്റിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെ ഞങ്ങൾ തന്നെ നൈറ്റിയുടെ പീസ് കൊണ്ടുവന്നിട്ട് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി വില കുറച്ചാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഗ്രൂപ്പുകാർ ഇത് കൊണ്ടുപോയി അവരുടെ ഗ്രൂപ്പുകളിൽ കച്ചവടം നടത്തുന്നു. ചിലർ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഹോൾസെയിലായിട്ട് അവർ കൊണ്ടുപോകും. സഹായിരിയുടെ കീഴിൽ അവിടെ തയ്യൽ പരിശീലനം കൊടുത്തു, പല സ്ഥലങ്ങളിലും കൊടുത്തു. ഇപ്പോൾ ഒരു 15 പരിശീലനം ഇതിനോടകം തയ്യൽ പരിശീലനം തന്നെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരുവിധം ഇവിടുത്തെ ആളുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് പിന്നെ മുമ്പോട്ട് പോകുന്നത്. പിന്നെ IT പ്രത്യേകമായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ടുവന്ന് പരിശീലനം നടത്തുകയുണ്ടായി. നാച്ചുറലിൽ സെയിം യൂണിറ്റ് ഉണ്ട്, നൈറ്റി അധികം ഇല്ല. അവിടെ മെയിനായിട്ട് സോപ്പും സാധനങ്ങളും യൂണിറ്റ്. പിന്നെ മഷ്റൂം ഉണ്ട്, അച്ചാറുണ്ട്. പിന്നെ ഞങ്ങൾ കൂണ് കൃഷി ചെയ്യുന്നുണ്ട്. അത് ചിലരുടെ ഒരു വരുമാന മാർഗവും ഞങ്ങൾ അത് എല്ലാവർക്കും വിപണിയിൽ എത്തിക്കും. വില കുറച്ച് ഞങ്ങൾ കൊടുക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുവിധം നല്ല ലാഭങ്ങൾ കിട്ടുന്നുണ്ട്. മോശമൊന്നും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. ആ ലാഭത്തിൽ നിന്ന് എടുത്താണ് ഞങ്ങൾ നിർധനരായ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വെറ്റർ, കൊട, ബാഗ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്തുമസ്, ഓണമൊക്കെ വരുമ്പോൾ കാരണം ഒട്ടും കഴിവില്ലാത്തവരെ പോയി കണ്ട് അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ അവരെ നമ്മൾ ഇതിൽ വിശേഷ ദിവസങ്ങളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. കേക്ക് കൊണ്ടുപോയി കൊടുക്കുക, അതുതന്നെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുക, വസ്ത്രം മേടിച്ചുകൊണ്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സംഘടനയിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഈ കേക്ക് കൊണ്ടു കൊടുത്താൽ തന്നെ ആ കേക്കിൻ്റെ കൂടെ നമ്മളും കൂടെ അവരുടെ ഒപ്പം ഇരുന്ന് ആ കേക്ക് മുറിച്ച് നമ്മൾ ഒന്നിച്ച് അത് പങ്കുവയ്ക്കും. പിന്നെ കോവിഡ് സമയത്തൊക്കെ ഒരു 50-ൽ കൂടുതൽ രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് മരുന്നുകളെല്ലാം എത്തിച്ചു കൊടുക്കുകയും ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ പാവങ്ങളുടെ വീട് പൂർത്തിയാകാതെ പഞ്ചായത്ത് അങ്ങനെ പല ലോണുകൾ കിട്ടി പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകളിൽ ആ വീടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യും. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് പൈസ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൈസകളും ഞങ്ങൾ സഹായം ചെയ്യും. പല സ്ഥലങ്ങളിലായിട്ട് 50-ൽ പരം കുട്ടികളെ നേഴ്സിങ്ങിന് നമ്മൾ
വിടുകയുണ്ടായി. അവർ പരിശീലനം പൂർത്തിയാക്കിയവരൊക്കെ ജോലിയിൽ പ്രവേശിച്ചു. അതുപോലെ പ്രൊഫഷണൽ കോഴ്സിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. അത് വീടിനും കുട്ടികൾക്കും കുടുംബത്തിനും ഒക്കെ ഉപകാരമായിട്ട് ഉണ്ട്. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ട് നമ്മൾ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. മിക്കവാറും തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഓണത്തിന് പ്രോഗ്രാം വെച്ചു, ഓണത്തിലൂടെ ഇവരുടെ കലാപരമായ കഴിവുകൾ അവർ വികസിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, കുടുംബങ്ങളുടെ പുനരുദ്ധാരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവർക്ക് ഒരു സ്വയം പര്യാപ്തത കൊടുക്കുക. ഏതെങ്കിലുമൊക്കെ സ്വയം തൊഴിലുകൾ, പശുവിനെ വളർത്തൽ, ഇതുപോലെ ഷോപ്പുകൾ, അതുപോലെ തന്നെ മീൻ വളർത്തൽ, മഷ്റൂം, ഇങ്ങനെയൊക്കെ ചെറിയ തൊഴിലുകളിലൂടെ തന്നെ അവർ ഒരു സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക. ഒത്തിരി നമ്മൾ ഒരു പരിധി കഴിഞ്ഞു കൊടുത്തേക്കുന്നത് പശുവിനെ, അത് ഒരു പരിധി വരെ പലർക്കും ഒരു സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരുവാനായിട്ട് പലർക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ട്യൂഷൻ കൊടുക്കുന്നു. ഒപ്പം തന്നെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷന് നേഴ്സിങ്, എൻജിനീയറിങ്, അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നമ്മൾ അവരെ സ്റ്റഡി സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 50-ൽ പരം കുട്ടികൾക്ക് അവരുടെ പ്രൊഫഷണൽ കോഴ്സിൽ നിന്ന് ഫലമെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ട്രൈബൽ ഇത് ഈ കടയാണെങ്കിലും ഈ ഷോപ്പാണെങ്കിലും ട്രൈബലാണ് കൂടുതൽ ഇവിടെ വരികയും അവർക്ക് ലാഭത്തിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശീലനം, തയ്യൽ പരിശീലനം, ബ്യൂട്ടീഷ്യൻ പരിശീലനം ഇവർ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ടും അവർക്ക് സ്വയമായിട്ടൊരു തൊഴിൽ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത പ്രോഗ്രാം എന്നാ നമുക്ക് വെക്കണ്ടേ? തയ്യൽ കഴിഞ്ഞു. തയ്യൽ തയ്ച്ചു കൊടുക്കുന്നുണ്ടോ? പരാശക്തി എന്തിയെ? പരാശക്തി തയ്ക്കുന്നുണ്ടോ? തയ്ച്ച് കൊടുക്കുന്നുണ്ടോ ഇപ്പം? ഇല്ല അല്ലേ? ആണോ? അപ്പോൾ പഠിച്ചതുകൊണ്ട് നമുക്ക് പ്രയോജനമായില്ലേ? എത്ര പേര് പഠിച്ചായിരുന്നു? മൊത്തം അവസാനം വരെ ലാസ്റ്റ് വരെ 15 പേര് പഠിച്ചില്ലായിരുന്നോ? പിന്നെ ഇങ്ങനെ സഹായഗിരിന്ന് അവർ ചോദിച്ചായിരുന്നു, മെഡിക്കൽ ക്യാമ്പിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. നമുക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തണ്ടേ ഇവിടെ? വേണോ? എങ്ങനെയാ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ അത് നമുക്ക് നടത്തിയാലോ? ഈ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇവിടെ ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മുടെ വൃത്തി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു ബെറ്ററായിട്ട് വേണ്ടേ നമുക്ക്? അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമാണോ? അത് നടത്തണോ? എങ്ങനെയാ നടത്താല്ലേ? അപ്പോൾ അതും കൂടെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്താലോ? സഹായഗിരിയിൽ നിന്ന് ഒരു ഡോക്ടറിനെ കൊണ്ടുവന്ന് നമുക്കൊരു ക്ലാസ് അറേഞ്ച് ചെയ്യാം. ഒരു കുടിയിൽ മൊത്തം ഇവിടുത്തെ നമ്മുടെ കുളച്ചുവയിൽ കുടിയിൽ എത്ര വീട്ടുകാരുണ്ടാകും? 90 കുടുംബങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളതല്ലേ? 90 കുടുംബങ്ങൾ. അപ്പം നിങ്ങളുടെ മെയിനായിട്ടുള്ള വരുമാന മാർഗം ഏതാ? കൃഷി തന്നെയാണ്. വരുമാന മാർഗം എന്ന് പറയുമ്പോൾ കൃഷി തന്നെയാണ്. കൂടുതലും കൃഷിയായിട്ട് താല്പര്യം കാണിക്കാറുള്ളൂ. അതാണ് കൂടുതൽ. നിങ്ങൾ കുട്ടികളെ എങ്ങനെയാ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇങ്ങനെ കൂടുതൽ 10ാം ക്ലാസ് കഴിഞ്ഞൊക്കെ പഠിക്കാറുണ്ടോ? ഇപ്പം പിന്നെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ പറയുമ്പോൾ അങ്ങനെ പഠിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ജോലി വേണം എല്ലാവർക്കും. ആ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ ജോലി ചെയ്ത് പുറത്ത് ഇതൊക്കെ കാണുമ്പം ഒരാഗ്രഹമുണ്ട്. പക്ഷേ പണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇവിടെ SSLC കഴിഞ്ഞ് പഠിക്കുന്ന കുട്ടികൾ എത്ര കുട്ടികളുണ്ടെന്നറിയാം? ഇവിടെ ഒരു 9 പേർക്ക് കാണും തോന്നുന്നു. 9 പേര് മാത്രമാണ്. അതായത് SSLCക്ക് ശേഷം പഠിക്കുന്നവര് 9 പേര് മാത്രമേ ഉള്ളൂ. അവരെവിടെ നിന്നായിരിക്കും പഠിക്കുന്നത്? അവരിപ്പം കുറച്ചുപേര് ഇപ്പോൾ കൊറോണ വന്ന ശേഷം ഇപ്പോൾ കൂടുതൽ വീട്ടിൽ നിന്നാണ് സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ളത്. അതിനു മുമ്പാണെങ്കിൽ ഹോസ്റ്റലാണ് കൂടുതൽ. പിന്നെ നിങ്ങളുടെ ഭക്ഷണ രീതികൾ എന്നതാണെന്ന് പറയുമോ? ഭക്ഷണ രീതികൾ ചോറ് തന്നെയാണ്, റൈസിനാണ് കൂടുതലും കഴിക്കാറ്. പിന്നെ അല്ലാതെ രാഗി ഉണ്ടല്ലോ, അത് കൂടുതൽ കഴിക്കും.
റാഗി എന്ന് പറഞ്ഞാൽ കുറുമ്പല്ലെന്ന് പറയുന്ന സാധനമല്ലേ റാഗി. ചോറും റാഗിയും മാത്രമാണ് കഴിക്കാറുള്ളത്. അപ്പൊ മീറ്റും ഫിഷും ഒന്നും കഴിക്കത്തില്ല? കഴിക്കും, പക്ഷെ അത് വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അതായത് പ്രത്യേക ഉത്സവങ്ങൾക്കൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് കഴിക്കാനായിട്ട്. സാമ്പത്തികത്തിന്റെ പ്രശ്നമാണോ അതെയോ കുടിയിൽ അങ്ങനെയാണോ? അത് പണ്ടോട്ടങ്ങനെ രീതി ആയിരുന്നു. പിന്നെ സാമ്പത്തികം ആയതുകൊണ്ടായിരിക്കുമല്ലോ, പണ്ട് അങ്ങനെ സാമ്പത്തികം ഉള്ളത് കൊണ്ട് അങ്ങനെ ശീലിച്ചു വന്നു. ഇപ്പോഴും അങ്ങനെ തുടരും. പിന്നെ ഈ കുടിയിൽ സത്രം ഉണ്ടല്ലോ, സത്രത്തിന്റെ പ്രത്യേകത ഒന്ന് പറയുമോ? സത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം അവിടെ കൂടുതൽ ആണുങ്ങളാണ് പോയി ഇരിക്കാറുള്ളത്. എന്നാ ഫ്രീ ടൈമുകളിൽ പോയി ഇരിക്കാനും സംസാരിക്കാനായിട്ട്. അതെ, അത് സത്രത്തില് ആണുങ്ങള് ഒരു പ്രായം കഴിഞ്ഞാൽ ആണുങ്ങള് സത്രത്തിലാണല്ലോ കിടക്കുന്നത്. അതെന്താണെന്ന് പറയാം. അത് ഒരു പ്രായം ആയി കഴിയുമ്പം ആണുങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി താമസിക്കും, അവിടെ കിടക്കും. അവര് വീട്ടിൽ കിടക്കാറില്ല. വീട്ടിൽ അങ്ങനെ പെണ്ണുങ്ങൾ മാത്രമേ വീട്ടിൽ കിടക്കുള്ളൂ. അങ്ങനെ അത് കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രായമുള്ള കുട്ടികളുണ്ടല്ലോ, ആൺകുട്ടികള് 12 വയസ്സിന് ശേഷമുള്ളവര് സത്രത്തിലാണ് കിടക്കുള്ളൂ. പിന്നെ വിവാഹത്തിന് ശേഷമാണ് അല്ലെങ്കിൽ കുടുംബത്തില് വീട്ടില് കിടക്കാറുള്ളൂ അല്ലേ? ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എന്നതാ, ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെതായ ഒരു ഡ്രസ്സിങ് ധരിക്കും. അങ്ങനെ അല്ല ചുരിദാർ അങ്ങനെ പുറത്തുള്ള ഡ്രസ്സൊന്നും ഇടാറില്ല. നിങ്ങൾ ചുരിദാർ അധികം ഇടാറില്ല. കുടിക്കുള്ളില് സാരിയാണ്. സാരി സാധാരണ പോലെയല്ല, വ്യത്യാസമായിട്ടുണ്ട്. അതപ്പോൾ പിന്നെ എന്താ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സാരി ചുറ്റുന്നതിന് പ്രത്യേകതയുണ്ടോ? അതിന് ശേഷം സാരി ചുറ്റുമ്പോൾ പ്രത്യേകതയുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, കല്യാണത്തിന് പ്രത്യേകതയില്ല, പ്രായപൂർത്തിയായി കഴിഞ്ഞാലാണ് പ്രത്യേകത ഉള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മമാരൊക്കെ സാധാരണ സാരി ഉടുക്കും. അല്ലാതെ പ്രായപൂർത്തിയായി കഴിഞ്ഞാലുള്ള ഇതുപോലെ ഇപ്പം ഞാൻ ഉടുത്തേക്കുന്ന പോലത്തെ സാരി ഉടുക്കും. അല്ലാതാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കല്യാണം കഴിക്കുന്നതിന് മുമ്പും ശേഷമായിട്ട് ഇങ്ങനെ പ്രത്യേകത. പിന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ സാരി മാറ്റിയിട്ട് സാധാരണ സാരി ഉടുക്കും, അമ്മമാരെ കൊടുക്കുന്ന പോലത്തെ സാരി. നമ്മളെ സഹായഗിരിയുടെ കീഴിലല്ലേ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്? അത് നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ പല കുടികളിലായിട്ട് പല പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. സോപ്പ് പൊടിയുടെ പരിശീലനമുണ്ട്, പിന്നെ ടൈലറിങ്ങിൻ്റെ ഉണ്ട്, ബ്യൂട്ടീഷ്യനുണ്ട്, അങ്ങനെയുണ്ട്. നമ്മുടെ ഇവിടെ ഏതൊക്കെ പരിശീലനങ്ങളാണ് നമ്മളിവിടെ നടത്തിയത്? നമ്മളിവിടെ നടത്തിയത് ശാസ്ത്ര ക്ലാസ്, മുതിർന്നവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് നടത്തിയായിരുന്നു. പിന്നെ തയ്യൽ പരിശീലനം, പ്രത്യേകിച്ച് പറയാൻ തയ്യൽ പരിശീലനം വലിയ ഇതായിരുന്നു. തയ്യൽ പരിശീലനം. പിന്നെ നമുക്ക് ഈ ഗ്രൂപ്പ് കൊണ്ട് ഇവിടെ എന്താ പ്രയോജനം ഉള്ളത്? നമ്മൾ ഒരുപാട് സഹായങ്ങൾ നമ്മൾ സഹായഗിരി വഴി കിട്ടിയില്ലേ? അതെന്തൊക്കെയാണെന്ന് പറയാമോ? അതും ഈ കോവിഡ് കാലത്ത് കുറച്ച് കിറ്റുകൾ തന്നായിരുന്നു, അത് ഒത്തിരി പ്രയോജനപ്പെട്ടു. പിന്നെ ലോൺ തന്നതായിരുന്നു സിസ്റ്റർ, ലോൺ തന്നത്, അത് വലിയ പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ ഈ കൃഷി നിങ്ങൾ എത്ര പേര് കൂടിയാ ചെയ്തേ? അത് ഗ്രൂപ്പിൽ 15 പേരുണ്ടെങ്കിലും 15 പേരും അല്ലായിരുന്നു കൃഷിയിൽ. 8 പേര് കൂടി കൃഷി ചെയ്തു. 8 പേര് കൂടി കൃഷി ചെയ്തു. അത് നിങ്ങൾക്ക് ലാഭമായിരുന്നു. അപ്പൊ നിങ്ങളത് പല പ്രാവശ്യങ്ങളിലായിട്ട് ചെയ്തില്ലേ? അത് 2 പ്രാവശ്യമായിട്ട് ചെയ്തു. ആദ്യ പ്രാവശ്യം പ്രയോജനമായിരുന്നു. ഈ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യം കൃഷി ഇറക്കിയിട്ട് വലിയ പ്രയോജനമില്ല. ഒത്തിരി മഴയൊക്കെ പെയ്തതുകൊണ്ട് കൃഷി പോയി. എന്നാലും അത് തുടർന്നുകൊണ്ട് പോകാൻ ആഗ്രഹമുണ്ടോ? അതെ അല്ലേ? പിന്നെ നമ്മള് തുണിയായിട്ട് അങ്ങനെ കച്ചവടം എന്ന രീതിയിൽ എന്തൊക്കെ ഇവിടെ തുടങ്ങിയില്ലായിരുന്നോ? കുറച്ച് തുണികള് സിസ്റ്റർ തന്നിട്ട് നമ്മള് വിൽപ്പനയൊക്കെ ചെയ്തായിരുന്നു. അതും പ്രയോജനമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്തു. പിന്നെ ന്യൂട്രീഷൻ ഫുഡ്, മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കുട്ടികൾക്കും അമ്മമാർക്കും ന്യൂട്രീഷൻ ഫുഡ് കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ പല കുട്ടികളിലും അങ്ങനെ ചെയ്തു. പിന്നെ അവയർനെസ്, ഡോക്ടേഴ്സ് വന്ന് ക്ലാസ് എടുത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല അല്ലേ? സഹായഗിരിയിൽ നിന്ന് വന്ന് ക്ലാസ് എടുത്തു, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. പിന്നെ മറ്റു കുടികളിൽ, ഇതിനോട് ചേർന്നുള്ള കുടികളിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിനായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടുത്തെ ഫുഡിന്റെ രീതികളിൽ കേപ്പ ഉപയോഗിച്ചൊക്കെ കുറുക്കുകളും പിന്നെ ചക്ക ഉപയോഗിച്ച് ചക്കയുടെ പല വിഭവങ്ങളും ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾ അതിൽ പങ്കെടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറെ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൂരി
അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട് അല്ലേ? അതൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ പഠിപ്പിച്ചെന്ന് തോന്നുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കാറില്ലേ? പിന്നെ പഠന സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ എന്താ, സ്കൂൾ തുറക്കുമ്പം കുറച്ച് കുട്ടികളെ ഇവിടെ മറ്റു സ്ഥലത്ത് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നേഴ്സിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്തിരുന്നു. അത് അവർക്ക് ഉപകാരപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഇത് കൊച്ചി ത്രേസ്യ പുണ്യവതിയുടെ പേരിലുള്ള ഒരു പള്ളിയാണ്. 1963 ഇത് സ്ഥാപിതമായത്. മറയൂരിൽ നിന്ന് വിഭജിച്ചതാണ്. അഞ്ചിനാട് എന്നാണ് ഈ സ്ഥലത്ത് മൊത്തം അറിയപ്പെടുന്നത്. അതിൽ ഒരു ഊരാണ് കാന്തല്ലൂർ എന്ന് പറയുന്നത്. ഇവിടെ 5 ഊരുകളാണുള്ളത്. അതിൽ ഈ കാന്തല്ലൂരിൽ 2 ഊരുണ്ട്, കീഴാന്തൂർ, പുത്തൂർ, മൂളൂർ, ഒരു ഊരുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഊരിലെ ജനങ്ങളാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ കുടിയേറ്റക്കാരായ ജനങ്ങളുണ്ട്. ഇവിടെ കുടിയേറ്റക്കാരായ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് കുടിയേറിയ ജനങ്ങളുണ്ട്. നമുക്ക് ഇടവകയിൽ 60 കുടുംബങ്ങളുണ്ട്. ഇത് ലത്തീൻ ഇടവകയിൽ. പിന്നെ അതല്ലാതെ സഹകരി മറയൂരിലെ സിറിയൻ ഇടവകയിൽ ഏകദേശം ഒരു 15 കുടുംബങ്ങൾ. 1963 ഇത് ഇവിടെ ഇടവകയായിട്ട് സ്ഥാപിതമാകുന്നത്. അതിനു മുമ്പ് മുതലേ ഇവിടെ മിഷണറിമാരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. നമ്മളുടെ ആൾക്കാരുടെ കുടിയേറ്റം അനുസരിച്ച് ഇവിടെ ഇടവകയുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹമുള്ളതനുസരിച്ച് ഇവിടെ ദിവ്യബലിയും ബാക്കിയുള്ള തിരുക്കർമ്മങ്ങളൊക്കെ ഇവിടെ നടന്നു പോരുന്നുണ്ട്. അതല്ലാതെ ഈ നാട്ടിലേക്ക് നമ്മളിങ്ങനെ ആൾക്കാരുടെ കുടിയേറ്റം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ കൂടുതൽ സജീവമാണ്. പ്രത്യേകമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കുടുംബങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ കൃഷിക്കും അല്ലെങ്കിൽ സ്ഥലം നോക്കാനും അല്ലെങ്കിൽ ജോലിക്കുമായിട്ടൊക്കെ സഭയുടെ ഇടപെടലുണ്ടായിരുന്നു. പിന്നീട് അത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറി. അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ തൽക്കാലം കുറച്ച് കൂടുതൽ സജീവമായിട്ടുള്ളത്. പിന്നെ ഈ സാമൂഹിക ഇടപെടൽ എന്ന നിലയ്ക്ക് കൃഷിക്ക് വേണ്ടിയും ഇങ്ങനെ JLGയും കുടുംബശ്രീയും അങ്ങനത്തെ കുറേ കുടുംബക്ഷേമത്തിന് വേണ്ടി നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഇടവങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമൊക്കെ എന്താ? മിക്കവാറും എല്ലാവരും കൃഷിക്കാരാണ് ഒരു പരിധി വരെ. ബാക്കി കുറച്ച് പേര് അന്നന്ന് ജോലി കിട്ടുന്ന അനുസരിച്ച് പോകുന്നവരുണ്ട്. കുറച്ച് പേർക്ക് ഇങ്ങനെ കടകളുണ്ട്, വ്യവസായ മേഖലകൾ കുറച്ച് പേരുണ്ട്. അങ്ങനെ വിവിധ തരം ജോലികളാണ് ചെയ്യുന്നത്. പണ്ട് കൃഷിക്കാരായിട്ടാണ് ഇവിടെ എല്ലാവരും കുടിയേറിയത്. പിന്നീട് ഇങ്ങനെ വേറെ വേറെ തൊഴിൽ രീതികളിലേക്ക് മാറി. പിന്നെ മക്കളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് മക്കൾ നാടുകളിലേക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ കുടിയേറി പോകുന്നുണ്ട്. നമുക്ക് പുറത്ത് അവരുടെ അടുത്തേക്കൊക്കെ ചെന്ന് ഈ മറ്റുള്ള വിഭാഗക്കാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഊരുകളിലേക്കൊക്കെ ചെന്ന് നമ്മുടേതായ പ്രവർത്തനങ്ങളൊക്കെ മിക്കവാറും ഈ സാമൂഹിക പ്രവർത്തനം എന്ന നിലയ്ക്ക് അവരുടെ സാമ്പത്തിക മേഖലയിലേക്ക് നമുക്ക് സഹായിക്കാനുള്ള അതേ ഉള്ളൂ. പിന്നെ അതല്ലാതെ വിദ്യാഭ്യാസത്തിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് 3 സ്കൂളുകളാണ് ഉള്ളത്. 2 LP സ്കൂളും ഒരു ഹൈസ്കൂളുമാണുള്ളത്. സ്കൂളുകളിലേക്ക് സ്വാഭാവികമായിട്ട് അവർ നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. അത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ട് അവരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അതല്ലാതെ അവരുടെ കൃഷി സ്ഥലങ്ങളിൽ അവരെ സഹായിക്കാൻ നമ്മുടെ സാമൂഹിക മേഖലകളിൽ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ ഭവന നിർമ്മാണം പോലുള്ള മറ്റു പരിപാടികളും ആദ്യ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അത്തരത്തിലില്ല. ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും തന്നെ സ്വന്തം വീടുകളുള്ളതുകൊണ്ട് അത്യാവശ്യമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിലേക്ക് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല. അല്ലാതെ അവരുടെ ജീവിത മാർഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് വേണ്ടി മാത്രമേ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാറുള്ളൂ. നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് കാന്തല്ലൂർ ഭാഗത്തേക്കുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ എങ്ങനെ, എത്രത്തോളം അത് ആക്റ്റീവാണ്? ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള ഒരു ഇടപെടലില്ലായിരുന്നു. ഇതൊരു അതിർത്തി മേഖല ആയതുകൊണ്ട്. പിന്നീട് ഇതൊരു ഗ്രാമപഞ്ചായത്തായിട്ട് ഇതൊരു വേറൊരു ഊരെന്ന നിലയിലുള്ള ഒരു മൈനോറിറ്റി റൈറ്റ് ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യത്തിന് KSRTCയും
പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട്. ഇവിടെയാണ് അവസാനത്തെ സ്റ്റോപ്പ്. അതുകൊണ്ട് അങ്ങനെ മിക്കവാറും ദിവസം മുഴുവൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾ അത്തരത്തിൽ വലിയ മോശമൊന്നുമില്ല. ആൾക്കാർക്ക് ഇവിടുന്ന് അക്സസബിൾ ആണ്. നമ്മുടെ ഇടവക്കാരുടെ ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സജീവമാണോ? ഇവിടെ പരിപാടികളൊക്കെ കൊറോണ കാലത്ത് ഒന്നും മന്ദീഭവിച്ചിരുന്നതായിരുന്നു. ഇതിപ്പോൾ എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, പഴയ പോലെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും പണ്ടത്തെ ആ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. യുവജനങ്ങളുടെ ഒക്കെ സാന്നിധ്യം എങ്ങനെയുണ്ട്? ഈ പൊതുവേ ഇവിടുത്തെ യുവജനം, നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങൾ മിക്കവാറും എല്ലാവരും നമുക്ക് നമ്മുടെ നാട്ടിൻ പ്രദേശത്തേക്ക് പോയി പഠിക്കുന്നവരാണ്. ഇവിടെ നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, +2 വരെ ഉള്ളൂ. ഈ അടുത്ത കാലത്തായിട്ടാണ് പയസ്നാറിൽ ഒരു കോളേജ് വന്നത്. അങ്ങനെ ഈ കോളേജ് പഠനത്തിനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനൊക്കെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പഠിക്കുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്ന യുവജനങ്ങൾ എല്ലാവരും തന്നെ വേറെ എവിടെയെങ്കിലും സെറ്റിൽ ആകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടവകയിൽ യുവജനങ്ങളുടെ സാന്നിധ്യം കുറവാണ് ഈ ദിവസങ്ങളിൽ. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്.